പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷയൊക്കെ നല്ല എളുപ്പമായിരുന്നു. അതെ, ഞാൻ പഠിച്ച ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചവരുണ്ടായിരുന്നു. അതെ, എനിക്ക് താൻ ഇന്നലെ തന്ന ഉമ്മയുടെ ഐശ്വര്യമാണെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും ഞാൻ കോടതിയിലേക്ക് പോകുമ്പോ എനിക്കൊരു ഉമ്മ എന്നോളണം കേട്ടോ. അവിടെ ഈ മാജിക് വർക്കൗട്ടായ ഞാൻ നല്ല തിരക്കുള്ളൊരു വക്കീലാവും. വക്കീലിന്റെ ഒരു പൂതി കണ്ടില്ലേ? മജിസ്ട്രേറ്റ് ആവുന്നത് വരെ ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകൾ ഒന്നും മനസ്സിൽ വരില്ല എന്നല്ലേ വക്കീല് പറഞ്ഞിട്ടുള്ള? എടോ, അതിനെ എന്റെ കരിയറിനെ സഹായിക്കാൻ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞെന്നുള്ളൂ. തന്റെ ഉമ്മ കൊണ്ട് എനിക്കൊരു ഭാഗ്യം കിട്ടുന്നുണ്ടെങ്കിലേ അത് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. ഇതിൽ റൊമാൻറ്റിക് ആയിട്ടൊന്നുമില്ല. ശരിക്കും റൊമാൻറ്റിക് ആയിട്ടൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാ ചെറുതായിട്ടുണ്ട്. ഭാനുദ്യമയാണോ? ഹലോ, എപ്പോ ആരാ പരാതി കൊടുത്തതെന്നറിയാവോ? അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോയിക്കോളാം. ഗിരിക്കൊന്നും സംഭവിക്കില്ല അമ്മേ. ദേ, അമ്മ കരയാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്തുപറ്റി വക്കീലെ? ഗിരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനെതിരെ ഏതൊരു പെൺകുട്ടി പീഡന കേസ് കൊടുത്തു. എന്താ നിന്റെ മുഖം വല്ലാതായത്? ഓ, ഒരു നിമിഷത്തേക്ക് എന്റെ ചേച്ചി കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്ത് അച്ഛനെ കൊന്ന കുറ്റത്തിന് ഗിരിയേട്ടനെ അറസ്റ്റ് ചെയ്തെന്ന് ഞാൻ കരുതി. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എടോ, ഗിരിയുടെ വീട്ടുകാരാകെ തകർന്നിരിക്കുക. ഗിരിയുടെ ഭാഗത്ത് 100 തെറ്റുകളുണ്ടാവും. പക്ഷേ അവൻ ഒരിക്കലും ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറില്ല. എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ആ തീരുമാനത്തിൽ എത്തിയാൽ മതി. എന്നുവെച്ചാ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ശരിക്കുള്ള കുറ്റവാളിക്ക് വേണ്ടിയാ വക്കീൽ ഹാജരാവുന്നെങ്കിൽ എനിക്ക് വക്കീലിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടില്ല. എടോ, തനിക്ക് ഗിരിയോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനൊരു തെറ്റ് അവൻ ഒരിക്കലും ചെയ്യില്ല. ഇത് അവനോട് ശത്രുതയുള്ള ആരോ കള്ളക്കേസ് കൊടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്നതാ. അപ്പോ പരാതി കൊടുത്ത ആരാണെന്ന് വക്കീലിന് അറിയില്ലേ? ഇല്ല, പീഡന കേസായതുകൊണ്ട് മൊഴി നൽകി ഇരയുടെ പേര് രഹസ്യമായി വെക്കും. ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോകുന്നുണ്ട്. മഞ്ജു ആകെ തകർന്നിരിക്കുകയായിരിക്കും. തന്നെ കണ്ട അവക്കതൊരു ആശ്വാസമായിരിക്കും. എന്റെ കൂടെ പോരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല വക്കീലെ. ഞാൻ ചിലപ്പോൾ ചേച്ചിയെ കണ്ട മോശമായിട്ട് സംസാരിച്ചു എന്ന് വരും. ഇപ്പോഴുള്ളതിനേക്കാൾ മോശമായ അവസ്ഥയിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എത്തിക്കണ്ട. എന്നാ ഞാൻ പോയിട്ട് വരാം. ഈ ബാഗൊന്ന് അകത്തേക്ക് വെച്ചേക്ക്. വക്കീലെ, ഇത് ഗിരിയേട്ടന്റെ കേസാണെന്ന് കരുതി കണ്ണും പൂട്ടി കേസ് ഏറ്റെടുക്കണ്ട. എന്താണ് ഈ കേസിന്റെ പുറകിലുള്ള സത്യാവസ്ഥയെന്ന് വക്കീല് മനസ്സിലാക്കണം. വന്നു. ഗിരിക്ക് മുഖം മറയ്ക്കാൻ ഒരു കർച്ചീഫ് കൊടുത്തേക്ക്. പ്രതി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോണു സർ. നിനക്ക് പോലീസുകാരെ വലിയ പുച്ഛമാണല്ലേ? ഇന്ന് സെല്ലില് നിനക്ക് നല്ല VIP സൽക്കാരോ കിട്ടാൻ പോകുന്നേ. പിന്നെ പോലീസുകാരെ കണ്ട നീ താനെ ബഹുമാനിച്ചോളും. അനിതേ, വേണ്ട. നിനക്ക് വൈരാഗ്യം തീർക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മഞ്ജു, ഗിരിയെ കൊണ്ട് അകത്തു പോ.